പാകിസ്ഥാൻ പാർലമെന്റിൽ നടക്കുന്നത് നാടകീയ സംഭവങ്ങളാണ്. പാകിസ്ഥാൻ ഇന്ത്യയോട് വെല്ലുവിളിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യ വലിച്ചു മൂക്കിൽ കയറ്റുമെന്നാണ്. ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കും, ഇന്ത്യക്ക് നേരെ യുദ്ധം ചെയ്യും, ഇന്ത്യയെ അടിച്ച് നശിപ്പിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ പാകിസ്ഥാൻ പാർലമെന്റിൽ എന്താണ് നടക്കുന്നത്? പാകിസ്ഥാൻ MP-മാർ പൊട്ടി കരയുകയാണ്. ഞങ്ങളെ രക്ഷിക്കൂ അല്ലാഹുവേ എന്ന് വിളിച്ചാണ് അവർ പൊട്ടി കരയുന്നത്. പാകിസ്ഥാൻ പാർലമെന്റിൽ ചേർന്ന അടിയന്തര സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറിയത്. ആ വിഷ്വൽസ് നമ്മൾ കാണിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും കാണിക്കുന്നതാണ്. എന്തായാലും 16ാം ദേശീയ അസംബ്ലിയുടെ 16ാമത് സെഷൻ ഈ സമ്മേളനത്തിൽ പാക് MP താഹിർ ഇക്ബാൽ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പറയുന്നു, ഇതൊരു പുതിയ ഇന്ത്യയാണ്. ഈ ഇന്ത്യക്ക് നേരെ എങ്ങനെയാണ് നമ്മൾ ആക്രമിക്കാനായി ശ്രമിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. പാകിസ്ഥാനെ ഈ ഇന്ത്യയിൽ നിന്ന് രക്ഷിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും അപേക്ഷിക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവമേ ഞങ്ങളെ രക്ഷിക്കൂ. അക്ഷരാർത്ഥത്തിൽ ഒരു പാർലമെന്റ്, അതായത് ജനങ്ങൾക്ക് പോലും ധൈര്യം തരേണ്ട പാർലമെന്റിനകത്ത് ജനപ്രതിനിധികൾ നിലവിളിക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കൂ, ദൈവമേ ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നുള്ള അതിഭീകരമായിട്ടുള്ള നിലവിളി പാകിസ്ഥാനിൽ നിന്ന് ഉയരുകയാണ്. ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ. ഈ ഇന്ത്യയെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പാർലമെന്റിനകത്ത് നിന്ന് പോലും വമ്പൻ നിലവിളി ശബ്ദങ്ങൾ ഉയരും എന്നുള്ളതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ താഹിർ ഇക്ബാൽ എന്ന് പറയുന്ന ഈ MP-യുടെ കരച്ചിൽ എന്ന് പറയുന്നത്. അടിച്ചാൽ അടികൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് അമേരിക്കയിലേക്ക് വിളിച്ച് ഒബാമയോട് സങ്കടം മൂക്ക് പിഴിഞ്ഞും കരയുന്ന മൻമോഹൻ സിംഗിന്റെ ആ സർക്കാരിന്റെ കാലമല്ല ഇപ്പോൾ എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ഇപ്പോഴുള്ള നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യ. तो इसलिए जनाब स्पीकर ये बात वाज़ा कर देनी चाहिए, हमारी कौम यकजा है। मैं इन सब से कहूंगा कि मिल के चलो और अपने रब से रुजू करो। रब काबा, हम तेरे आगे दरख्वास्त करते हैं, इस मुल्क की हिफाजत फरमाना जो तूने हमें अता किया है, और ये नबी सल्लल्लाहु अलैहि वसल्लम की दुआओं का है। आपने कायदे आजम को इंग्लैंड में मुलाकात की, ख्वाब में आए और उनको कहा कि जाओ वापस और जाके पाकिस्तान का मामला हल करो। आप खान अब्दुल्लाह को ख्वाब में आके ये हुक्म दिया कि तुमने पाकिस्तान की सरना ये मुल्क बन के रहेगा और तुमने तो ये ऐसा बड़ा मौजज़ा है कि अल्लाह पाक ने ये हमें अता किया है और अल्लाह पाक इस मुल्क की हिफाजत फरमाएंगे। दुनिया में जहां भी देखें शायद हमारी कमी है, हम मजबूर हैं, हम गुनाहगार हैं, लेकिन रब ने कहा हम तेरे हबीब के उम्मती हैं, खुदा का वास्ता हमसे रहम का भला। आप चले जाएं, उधर फिलिस्तीन भी चले जाएं, कश्मीर में चले जाएं, जहां भी जाएंगे मुसलमानों के साथ वो ऐसे रो रहा है जो हम सोच भी नहीं सकते हैं। तो तू हमें माफ कर दे, हम तेरे आगे सर झुकाते हैं, माफी मांगते हैं। नहीं, इसमें दो राय नहीं है मौला कि हम बड़े गुनाहगार हैं, लेकिन तेरी रहमत बहुत वसी है। तू रहमत का एक जरा भी भेजेगा हमारी तरफ तो इंशाल्लाह हमारी कामयाबी होगी। और दुआ करते हैं रब काबा कि इस मुल्क की हिफाजत फरमा और हमें दुश्मनों पर जो है वो फकीरत अता फरमा और हमें उनको सरनगू करने की ताकत अता फरमा। मैं दुआ गो हूं आर्म फोर्सेस के लिए, पाकिस्तानियों के लिए कि अल्लाह पाक हम सब की हिफाजत फरमाए।